ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡ്രൈ സ്കിന്നും ഭയങ്കര ഡള്ളായിട്ടുള്ള അപ്പിയറൻസ് അല്ലെങ്കിൽ ഒട്ടും തിളക്കമില്ലാത്ത സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് സൗന്ദര്യ ഓയിൽ. ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്. അതിന് മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഉപയോഗ രീതികൾ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത് ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടാണ്. ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ്, മുഖത്ത് എന്തുപയോഗിച്ചാലും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു, മുഖം ഭയങ്കരമായിട്ട് വരണ്ട് പോകുന്നു, അതേപോലെ തന്നെ കൈയും കാലും ഒക്കെ ഒരുമാതിരി വരണ്ടിരിക്കാറാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് വരണ്ട ചർമ്മമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ചൂടുവെള്ളത്തിൽ ഉള്ള കുളി ഒഴിവാക്കുക. ഒന്നുകിൽ വളരെ ഇളം ചൂടുള്ള വെള്ളം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അമിതമായ ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അവർ മിനിമം ഒരു 8 ഗ്ലാസ് എങ്കിലും വെള്ളം നമ്മൾ ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ശരിയായ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകും. അത് ഒരു മെയിൻ റീസൺ ആണ്. കാരണം ഇവിടെ വരുന്ന പലരോടും ഞാൻ ചോദിക്കാറുള്ളപ്പോൾ അവർ പറയുന്നത് ദാഹം വരാറില്ല ഡോക്ടർ, അതുകൊണ്ട് കുടിക്കാറില്ല. പക്ഷെ അതൊരു ഒരിക്കലും ഒരു ക്ലിയർ ലോജിക്കല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഹൈഡ്രേഷൻ, അത് സിപ്പ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി വാട്ടറി കണ്ടന്റുള്ള ഫ്രൂട്ട്സ് ധാരാളം എടുക്കാനായിട്ട് നോക്കുക. വാട്ടർ മെലോൺ, മസ്ക് മെലോൺ പോലൊക്കെയുള്ള വാട്ടറി കണ്ടന്റ് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ശീലിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ ലഭിക്കുന്നതായിരിക്കും. നട്ട്സിൽ നോക്കാനാണെങ്കിൽ ബദാം വളരെ നല്ലൊരു സൊല്യൂഷനാണ്. കാരണം അത് കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ ബെറ്റർ ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ മുഖത്ത് ഭയങ്കര ഡ്രൈനെസ്സും ഭയങ്കരമായിട്ട് നിറമൊക്കെ ഡള്ളായിരിക്കുന്ന ആളുകളാണെങ്കിൽ ബദാമിനെ കുതിർത്തിട്ട് പാലിൽ അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മുഖത്തെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു തിളക്കില്ലായ്മ ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇനിയും ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദിവസം നിങ്ങൾക്ക് ഒരു നല്ല മോയ്സ്ചറൈസർ ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ഏറ്റവും നല്ലത് അനുയോജ്യമെന്ന് നോക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു നല്ല മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിൽ വെക്കുക. ദിവസവും രാവിലെയും വൈകിട്ടും അത് പുരട്ടാനായിട്ട് ശ്രമിക്കുക. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ ഭയങ്കര ഡ്രൈനെസ് ആണെങ്കിൽ സെറാമിഡ് കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു നല്ല ബോഡി ലോഷൻ നിങ്ങൾ ഒരു നല്ല പ്രോപ്പർ ഗൈഡൻസോടുകൂടി തന്നെ അത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് മതി എന്നുള്ളതാണെങ്കിൽ തൈര് നല്ലൊരു സൊല്യൂഷനാണ്. തൈര് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കിന്നിൽ. എന്ന് വെച്ചാൽ തൈര് അതേപോലെ തന്നെ വെണ്ണയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ഒരു സൊല്യൂഷനാണ്. കാരണം അത് നിങ്ങളുടെ സ്കിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും ആ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതേപോലെ തൈരിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ബദാം ഓയിലൊക്കെ ചേർത്തും പുരട്ടാവുന്നതാണ് ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കാലിലും കയ്യിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡായിട്ട് കുറച്ച് ചെറിയ തോതിൽ ബദാം ഓയിലും അതേപോലെ ഒലിവെണ്ണയും കൂടെ ചേർത്തും നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ്. അപ്പം ഇത് നമ്മൾക്ക് സാധാരണഗതിയിൽ പറയുന്ന ചില റെമഡീസ് ആണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ ഉറക്കം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്, എന്നാലും കൃത്യസമയത്ത് ഉറങ്ങില്ല, അതാണ് ഫാക്റ്റ്. അതുകൊണ്ട് കൃത്യമായ ഉറക്കം നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ കൃത്യസമയത്ത് ഒരു മിനിമം 6 hours എങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അത് പകലുറക്കമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ രാത്രിയിൽ ആ പീക്ക് അവേഴ്സിൽ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും കൂടുതൽ ആളുകൾക്ക് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ആ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ അതിലും ശ്രദ്ധിക്കുക. കഴിവതും നിങ്ങൾ ഡെയിലി ബേസിസിൽ ജങ്ക് ഫുഡ്സ് എടുക്കുന്നതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശീലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇനി സൗന്ദര്യ ഓയിലിനെ പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു. സൗന്ദര്യ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊരു പ്രായക്കാർക്കും ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും തേച്ച് കുളിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഓയിൽ തന്നെയാണ്. കാരണം എനിക്ക് ആ ഒരു ഓയിലിൻ്റെ ഒരു ഗുണത്തിനെ പറ്റി പറയുമ്പം കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ടി വരുന്നു. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകളും ഉപയോഗിച്ചവരും ഒക്കെ പറയുന്നത്, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കുഞ്ഞിലെ പറയും കുഞ്ഞു കുട്ടികളെയൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് തേച്ച് കുളിപ്പിച്ചായിട്ടാണ് പതിവ്, തേച്ച് കുളിപ്പിക്കുന്ന ഒരു പതിവാണുള്ളത്. അത് ഇതിൻ്റെ ബേസിലും ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. അതോടൊപ്പം ധാരാളം മരുന്ന് വളരെ സ്കിന്നിനെ ഏറ്റവും നല്ല
ഒരു ലുക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്ന മെഡിസിൻസും അതേപോലെ നല്ല സ്കിൻ ഗ്ലോയിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളിതിൽ നല്ല രീതിയിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ നല്ലതായിട്ട് മനസ്സിലാവുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് നിങ്ങൾ പുരട്ടുന്നതും അല്ലെങ്കിൽ നല്ലൊരു മസാജ് കൊടുക്കുന്നതും നിങ്ങളുടെ സ്കിന്നിൽ വളരെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും.